നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം, ഒരു ഞെട്ടുന്ന വീഡിയോ. ചന്തു സാറേ, സലീം കുമാറിന്റെ മകൻ എന്ന പ്രിവിലേജിലല്ലാതെ നിങ്ങളെ എന്ത് കണ്ടാണ് സിനിമയിൽ എടുത്തത്? വലിയ വർത്തമാനം പറഞ്ഞല്ലോ. ഒരു കാര്യം പറയട്ടെ, ഓർമ്മയുണ്ടോ അങ്ങ് അഭിനയിച്ച മഞ്ഞുമ്മൽ ബോയ്സ്? 22 കോടി കൊണ്ട് നിർമ്മിച്ച സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്നാണ് പറവ കമ്പനി അഥവാ സൗബിൻ, അതായത് ഞാനും അപ്പനും സുഭദ്രയും പറഞ്ഞത്. പക്ഷെ അന്ന് കേസ് വന്നപ്പോ പോലീസ് റിപ്പോർട്ടിൽ കണ്ടെത്തിയത് 1 രൂപ പോലും സൗബിനും ടീമും എടുത്തിട്ടില്ല എന്നതാണ്. സിറാജ് എന്ന വ്യക്തിയോട് 7 കോടി രൂപ നിക്ഷേപിക്കാനും ലാഭത്തിന്റെ 40% നൽകാം എന്നും പറഞ്ഞാണ് സൗബിനും ടീമും സിറാജിനോട് എഗ്രിമെന്റ് വെക്കുന്നത്. പക്ഷേ സിനിമ കഴിഞ്ഞപ്പോൾ സൗബിൻ സിറാജിനോട് സിനിമയ്ക്ക് 22 കോടി രൂപ ചിലവാക്കിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചതായി സിറാജ് സ്വന്തമായി അന്വേഷിച്ചപ്പോൾ ആകെ 18 കോടി 65 ലക്ഷം രൂപയാണ് ചെലവായതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സിനിമ ഹിറ്റായി 200 കോടി രൂപ ലഭിച്ചെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞിട്ടും സിറാജിന് വെറും 50 ലക്ഷം രൂപ മാത്രമാണ് നൽകിയതെന്നും അതും വഴക്കുണ്ടാക്കിയ ശേഷമാണെന്നും ആരോപിക്കപ്പെടുന്നു. ശേഷം പണത്തിനായി സിറാജ് പോലീസിൽ പരാതി നൽകി. നിർമ്മാതാക്കൾ എന്ന് പറയുന്ന സൗബിനും പിതാവ് ഷോണും കോടതികൾ കയറിയിറങ്ങി. അന്ന് കളിയിൽ ട്വിസ്റ്റ് വന്നത് ഇതെല്ലാം കണ്ട് നിസാരമായി ഇറങ്ങി വന്ന ഇഡിയെ കണ്ടായിരുന്നു. ഇനി ഇതൊക്കെ പറഞ്ഞത് സാർ അഭിനയിച്ച സിനിമ ഒരാളെ പറ്റിച്ചും ഇഡിക്ക് മുന്നിൽ ഹാജരായും ഉണ്ടായതാണ് എന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അന്ന് അങ്ങയുടെ ഹൃദയം പൊട്ടുന്ന മനോവേദന ഒന്നും നമ്മൾ കണ്ടില്ല. അല്ലപ്പാ, നിന്റെ തന്തയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയത് സോണിയാഗാന്ധി ഭരിച്ചപ്പോഴല്ലേ? അന്ന് സലീം കുമാർ എന്ന വ്യക്തി ദേശീയ അവാർഡിന് വേണ്ടി എന്ത് പാദസേവയാണ് ചെയ്തതെന്ന് താങ്കൾക്ക് പറയാമോ? ഇനി മമ്മൂക്കയും ARMലെ ഗാനവും ഫെമിനിച്ചി ഫാത്തിമയും ഒക്കെ ഏത് ഭരണകക്ഷിക്കൊപ്പമാണെന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്ലാതെ അച്ഛന്റെ രാഷ്ട്രീയം വെച്ച് പിച്ചാരടി ആവാനാണ് ശ്രമമെങ്കിൽ ആ പൊയ്മുഖം പൊളിച്ചെടുക്കാനും അറിയാം. ആദ്യം അങ്ങയുടെ സംഘടനയും ഒരുമിച്ച് അഭിനയിക്കുന്ന ടീമും ഗാന്ധിയന്മാരാണ് എന്ന് ഉറപ്പാക്കിയിട്ട് മതി നിന്റെ ചിലക്കലൊക്കെ. അല്ലപ്പാ, പറവ സിനിമ അൻവർ റഷീദിന്റെയാണ്. ആ പേരാണ് നിർമ്മാണത്തിനായി സൗബിൻ ഉപയോഗിച്ചത്. ബാക്കി പണം തന്ന ബിനാമി അൻവർ റഷീദാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് സാറ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതി. കണ്ടില്ലേ, ദേശീയ അവാർഡ് കിട്ടിയത് മമ്മൂട്ടിക്ക് കിട്ടിയത് മമ്മൂട്ടി കഷ്ടപ്പെട്ട് അഭിനയിച്ച ഒരു പടത്തിനാണ്. നമുക്കതിലൊരു അഭിപ്രായ വ്യത്യാസം മമ്മൂട്ടിയുടെ ശത്രുക്കൾക്ക് പോലും ഉണ്ടാവില്ല. അർഹതപ്പെട്ടതാണ് മമ്മൂട്ടിക്ക് കിട്ടിയത്, അതിലൊരു തർക്കമില്ല. അതിനിങ്ങനെ ഈ മുമ്പ് തന്നെ സലീം കുമാറിൻ്റെ മകൻ ചന്തു ഒരു നടനാണോ? 2 നല്ല കണ്ണ് കിട്ടിയിട്ടുണ്ട്. ആ കണ്ണുകൾ കൊണ്ടെങ്കിലും ഒന്ന് അഭിനയിക്കാമല്ലോ. അഭിനയത്തിൻ്റെ ABCD അറിയില്ല. അച്ഛൻ്റെ ഒരു പേരും പറഞ്ഞ് സിനിമയിലേക്ക് ഇറങ്ങിയ ആളാണ്. എല്ലാം ഫോട്ടോസ്റ്റാറ്റ് അഭിനയം, വളരെ ദയനീയമാണ് മൂപ്പര അഭിനയം. ആ ലോകയിൽ കണ്ടു, അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സിൽ കണ്ടു. എന്തൊട്ടതൊരു നടനാണോ? ഇത്രയും കഴിവുള്ള ചെറുപ്പക്കാർ പുറത്ത് നിൽക്കുക, എന്നിട്ടിങ്ങനെ നടന്മാരുടെ മക്കളാന്ന് പറഞ്ഞിങ്ങനെ കുത്തിക്കയറിനാൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ മമ്മൂട്ടി ഈ ഒരു ദേശീയ അവാർഡ് നമ്മൾക്ക് മലയാളികൾക്ക് കൊണ്ടുവന്നതിൽ മലയാളികൾക്ക് ഭയങ്കര അഭിമാനമല്ലേ? മലയാളികൾക്ക് നമ്മുടെ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരമാണ്. മമ്മൂട്ടി എന്തൊക്കെ ഉണ്ടെങ്കിലും നല്ല ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഇതിന് വലിയ ചെറിയ ജാടകളൊക്കെ ഉണ്ടെങ്കിലും മമ്മൂട്ടി ഒരു ഉത്തമ നടനാണ്, ഒരു കഴിവറ്റ നടനാണ്. മലയാളത്തിന് ഒരു കടപ്പെട്ടുള്ള നടനാണ്. മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ് അദ്ദേഹം. സിനിമയിൽ കിട്ടുന്ന കാശ് മൂപ്പര് സിനിമയിൽ തന്നെ ഇറക്കണം. അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടണം. അവന് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടില്ല. ചില ക്യാരക്ടറുകൾക്ക് അവാർഡ് കിട്ടുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാ കൊല്ലം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടണ്ടേ? ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവാർഡുകളാണ്. അതൊക്കെ നല്ല കഥാപാത്രങ്ങൾ, നല്ല ശക്തമായുള്ള കഥാപാത്രങ്ങൾ കിട്ടിയ മൂപ്പര് നല്ല രീതിയിൽ അഭിനയിച്ച് അവാർഡ് വാങ്ങിക്കും. ഇനി വേണമെങ്കിൽ ഓസ്കാർ വാങ്ങിച്ചാലും വലിയ തെറ്റൊന്നുമില്ല. അതും ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ മമ്മൂട്ടി എന്ന് ഞാൻ പറയുന്നത്. അതിനിങ്ങനെയുള്ള ഞാഞ്ഞോളുകൾ കിടന്ന് തല പൊക്കിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇതിനൊന്നും 10 പൈസയ്ക്ക് നമ്മൾ വില കൽപ്പിക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൽ രാഷ്ട്രീയം കലർന്നിട്ടൊന്നല്ല ഈ അവാർഡ് ദാനങ്ങൾ നടക്കുന്നത്. അതൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജനങ്ങൾ കൂടി ആഗ്രഹിക്കുന്ന നടനെ തന്നെ കിട്ടിയിട്ടുള്ളൂ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പടത്തിന് തന്നെ കിട്ടിയിട്ടുള്ളൂ. അതിലൊന്നും ഒരു തർക്കമില്ല. ഇതിലൊന്നും ഒരാൾ രാഷ്ട്രീയം കലർത്താറില്ല. രാഷ്ട്രീയക്കാരാണ് തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല. ഇതിനൊരു പാനൽ കൊണ്ടുവരുന്നു, ആ പാനലിലുള്ള ആൾക്കാർ തീരുമാനിക്കുന്നു, മന്ത്രി അത് പ്രഖ്യാപിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇന്നലേക്ക് പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തവരിണവരൊക്കെ അവരൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. നമ്മൾ ചന്തുവിനെ കുറ്റി പറഞ്ഞാണ് നമ്മൾ വീഡിയോ എത്രയുള്ളൂ നിർത്തുന്നു. നമ്മുടെ സുഹൃത്ത് പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയാണ്.